ഇരിക്കൂറിനടുത്ത പെടയങ്ങോട്ടെ ഷുക്കൂർ തന്റെ ചായപ്പീടികയിൽ വരാന്ത പുസ്തക ചർച്ചയ്ക്ക് തുടക്കമിട്ടത് വർഷങ്ങൾക്ക് മുൻപാണ്. കേരളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരും നിരവധി വായനക്കാരും പെടയങ്ങോട്ടെ ചായപ്പീടികയിലെത്തി. പിന്നെ വീട്ടുമുറ്റ ചർച്ചയിലേക്ക് മാറ്റി. പക്ഷേ വീട്ടുമുറ്റ ചർച്ച അതൊരു സക്സസ് അല്ല. ചില വീട്ടുമുറ്റ ചർച്ച എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്നതല്ല. വീട്ടുമുറ്റ ചർച്ച ചിലർക്ക് വിഷമം ഉണ്ടാവും ആ വീടുകാരോടുള്ള. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ച് ഹോട്ടൽ ചായപ്പീടിക എന്ന് പറയുമ്പോൾ അത് ആർക്കും കടന്നു വരാം. മീൻ വിൽപ്പനയും ചായപ്പീടികയുമൊക്കെയായി കഴിഞ്ഞിരുന്ന ഷുക്കൂർ വിടാതെ പിന്തുടർന്ന വായനയെയും കൂട്ടുപിടിച്ച് സാഹിത്യലോകത്ത് സഞ്ചാരിയായി. മീൻ വിൽപ്പനയ്ക്കും ചായക്കടക്കും കൂലിപ്പണികൾക്കും ശേഷം പുസ്തക വിൽപ്പന ഉപജീവനത്തിനുള്ള മാർഗമായി കൂടി ഏറ്റെടുത്തു. ഒപ്പം എഴുത്തും സജീവമായി. നല്ല നല്ല പുസ്തകങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റി. വലിയ വലിയ എഴുത്തുകാരെ ചായപ്പീടികയിൽ കൊണ്ടുവരാൻ പറ്റുകയും വായനക്കാർക്ക് അവരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കാനും പറ്റി. കവിതാ സമാഹാരവും നോവലും പ്രസിദ്ധീകരിച്ചു. വരാന്തയിലെ പുസ്തക ചർച്ച കുറഞ്ഞെങ്കിലും സാധ്യമായ ഇടങ്ങളിൽ ഷുക്കൂർ അങ്ങോട്ട് ചെന്ന് ചർച്ച സംഘടിപ്പിക്കുകയാണിപ്പോൾ. എഴുത്തുകാർക്കപ്പുറം വായനക്കാരെ മനുഷ്യരെ കാണാം. ഒരുപാട് സങ്കടങ്ങളും പല വിഷമങ്ങളും പിന്നെ സന്തോഷങ്ങളും പലതും പങ്കുവെക്കാൻ കഴിയും. എൻ്റെതും അവരതും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് അറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഷുക്കൂർ ഉളിക്കലിലുമെത്തി. പോലീസ് സ്റ്റേഷനിൽ പുസ്തകമെത്തിക്കാൻ. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലും സാഹിത്യവേദികളിലും എഴുത്തുകാരുടെ സംഗമത്തിലും ഷുക്കൂർ പെടയങ്ങോടുണ്ടാവും. പുസ്തകം എന്നോട് വാങ്ങുന്ന ഏറ്റവും നന്നായി വായിക്കുന്നവരാണ്. അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എന്നോട് വിളിച്ചു പറയും. അത് ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ പുസ്തകം എടുത്ത് ആ പുസ്തകം വായനക്കാരിലെത്തിക്കും. അതുകൊണ്ട് തന്നെ സ്വീകാര്യതയുണ്ടാവും. പുസ്തകങ്ങളെ വെറും വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപരി ഓരോ പുസ്തകവും ഷുക്കൂർ സൂക്ഷ്മമായി വായിക്കും. ഇപ്പോൾ 3 നോവൽ എഴുതി എന്ന് പറയുമ്പോൾ വലിയ അതിശയമാണ്. പക്ഷേ എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തുന്നതല്ല. പക്ഷേ എന്നെ പോലെയുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് 3 നോവൽ എഴുതാൻ കഴിഞ്ഞ് 5 കവിതാ സമാഹാരം ഇറക്കാൻ കഴിഞ്ഞെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ തന്റെ സർഗാത്മക യാത്ര തുടരുകയാണ് ഷുക്കൂർ പെടയങ്ങോടെന്ന എഴുത്തുകാരൻ. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.